പിന്നെ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാന്നുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. കുറേ പേര് വിചാരിക്കും ഈ ഡെലിവറി വ്ളോഗ് കിട്ടിയവർക്ക് യൂട്യൂബേഴ്സിന് കുറേ പൈസ കിട്ടില്ലേ, കുറേ കണ്ടന്റ് കിട്ടില്ല. എനിക്ക് 10 പൈസ കിട്ടത്തില്ല. 11 വർഷമായി എനിക്ക് ഇനി ഒരു കുഞ്ഞില്ല. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് അമ്മമാരുടെ വേദനയാട്ടോ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് 2 വശങ്ങൾ ഞാൻ പറയും. ഇതിന് മുമ്പുള്ള പല ഡെലിവറി വീഡിയോസിൻ്റെ അകത്ത് പലതും വന്ന സമയത്ത് നമ്മളൊരു വൺ സൈഡഡ് ആയിട്ട് സംസാരിച്ച് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു അതർ സൈഡ് ഉണ്ട്. ആ ഒരു സാധനം പറയേണ്ടതല്ലേ, അത് സമൂഹത്തിലേക്ക് അത് അറിയിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം എന്നോട് തന്നെ ചോദിച്ചിട്ട് ഭാഗമായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് അതുകൂടെ റിവീൽ ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ കിടമത്സരങ്ങൾ, ഈ കോർപ്പറേറ്റ് കമ്പനികൾ, സോ കോൾഡ് ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ കിടമത്സരങ്ങൾ നടക്കുന്നു. അത് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് കൂടുതൽ അവിടെ കുറേ അധികം ബിസിനസ് കൂട്ടുന്ന പരിപാടികൾ എങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ പുതിയ രീതിയിൽ പുതിയ കാലത്ത് നടക്കുന്നതും കൂടെയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇവിടെ അസ്ലാം മേലിയുടെ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. വളരെ എനിക്ക് അടുത്ത് അറിയുന്നൊരു സുഹൃത്തും കൂടെയാണ്. നല്ലൊരു ക്യാരക്ടറുള്ള, നമുക്ക് തോന്നുന്നു മലയാളം യൂട്യൂബ് ചാനലുകളിൽ ഇത്രത്തോളം തുറന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ ഹൈജീനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയും തുറന്നും വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന മറ്റൊരു ചാനൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അസ്ല തുടക്കത്തിൽ ഒരുപാട് അധിക്ഷേപങ്ങളും കുറ്റം പറച്ചിലുകളും കേട്ട് വന്ന ഒരു കരുത്തുള്ളൊരു ലേഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ളൊരു പെൺകുട്ടിയാണ് അസ്ലാം അലി. അപ്പോൾ അസ്ലയുടെ കല്യാണം കഴിഞ്ഞു. അത് ഇപ്പോൾ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. ആ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നു. അതിനുശേഷം അസ്ല ഇപ്പോൾ പുതിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് അസ്ല ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യമായിട്ട് അസ്ലയ്ക്ക് യാതൊരു ബന്ധമില്ല. കാരണം അസ്ല അവിടെ വളരെയധികം ജെന്യൂനിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് പലരും ഇതുപോലെ വന്നേക്കാം. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നോണം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കും ഇനി കുറച്ച് കാര്യം പറയാനുണ്ട്. ആദ്യം അസ്ല പറയുന്നത് കേൾക്കാം. ആദ്യം തന്നെ അസ്ലയ്ക്കും കുഞ്ഞിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും. പിന്നെ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാന്നുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. കുറേ പേര് വിചാരിക്കും ഈ ഡെലിവറി വ്ളോഗ് കിട്ടിയവർക്ക് യൂട്യൂബേഴ്സിന് കുറേ പൈസ കിട്ടില്ലേ, കുറേ കണ്ടന്റ് കിട്ടില്ലേ എന്ന്. ഞാനൊരു കാര്യം വെച്ചാൽ നമ്മളുടെ കുഞ്ഞ് വരുന്നതിൻ്റെ ഭാഗത്തിൽ ഞാൻ ആ ബ്ലഡ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. ഇതിന് മറ്റൊരു സൈഡുണ്ട്. അസ്ല അത് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാണാം. ഇതിന്റെ ഭാഗം ഞാൻ ബ്ലറാക്കിയിട്ട് പോലും ഇല്ല. മിക്കവരും ഈ ഭാഗം ബ്ലറാക്കുന്ന വെച്ചാൽ യൂട്യൂബ് ഗൈഡ് ലൈൻസ് പ്രകാരം അങ്ങനെ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, പൈസ കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ വീഡിയോക്ക് എനിക്ക് 10 പൈസ കിട്ടത്തില്ല. കണ്ടില്ലേ? അയ്യോ സോറി, മഞ്ഞ ഡോളറാണ്. കണ്ട, യെല്ലോ യെല്ലോ ഡോളർ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടില്ല. റീസൺ ഇത് തന്നെയാണ്. നമ്മൾ ചോരക്കുഞ്ഞിനെ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ എനിക്കതൊരു പൈസ കിട്ടാനുള്ള വീഡിയോ ആയിരുന്നില്ല. എനിക്ക് ഒന്നാമത് എൻ്റെ ബേബി വരുന്ന വീഡിയോ, അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവണമെന്നും എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എനിക്കതെന്ന് പറഞ്ഞാൽ ആ ഒരു ജേർണി പലരും കാണണം, അതറിയണം. യെസ്, ഇവിടെയാണ് പോയിന്റ് ഉള്ളത്. അതായത് അസ്ല പറഞ്ഞ ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം. അതായത് എൻ്റെ കുഞ്ഞ് വരുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം. അത് ഞാൻ തുടരെ കാണിച്ചു തരാം. അപ്പം ആ കുഞ്ഞ് ജനിക്കുന്നത് സത്യം പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഒരു അവയർനെസ് ക്യാമ്പയിൻസ് പല കാര്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സ്ത്രീകളെ ഭയങ്കര ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും മാനസികമായിട്ട് തളർത്തുകയും വെറും പെണ്ണെന്ന് പറയുകയും അടുക്കളയിൽ ചങ്ങലപ്പൂട്ടിടുകയും സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയും മൂടി പുതപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്യുന്ന കുറേയധികം സമൂഹത്തിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സമൂഹത്തിൽ നമ്മുടെ ആ സ്ത്രീകൾ തന്നെയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ജന്മം നൽകിയെന്നുള്ളൊരു കാര്യം. ആ ജന്മം നൽകുന്ന ആ സമയങ്ങളിൽ ആ ഒരു സ്ത്രീ 8-9 മാസം അനുഭവിക്കുന്ന പെയിൻ, വിഷമങ്ങൾ, ബുദ്ധിമുട്ട്, ഒരുപാട് മൂഡ് സ്വിങ്സ്, പലതരത്തിലുള്ള സംഭവങ്ങൾ, ഇതെല്ലാം അനുഭവിച്ചൊരു കുഞ്ഞിന് ജന്മം നൽകുന്ന ആ സ്ത്രീയുടെ അത് പരിപൂർണമാകുന്ന ആ ഒരു പ്രസവ വേദനയാണ്. ആ ഒരു സമയം കൂടെ നമ്മളെ കാണിക്കുമ്പോൾ മാത്രമാണ് ആ സ്ത്രീ എത്രമാത്രം അതിനകത്ത് അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതിൻ്റെ തോത് ഒരു പുരുഷൻ ഒരിക്കലും അറിയാൻ പോലും പറ്റത്തില്ല ഈ ജന്മത്ത്. അത് അറ്റ്ലീസ്റ്റ് കണ്ടെങ്കിലും വിഷ്വലി മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യത്തിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഇപ്പം അസ്ല പറഞ്ഞൊരു കാര്യം, ഇതൊരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ അല്ല. ഇതിനകത്ത് ഞാൻ എൻ്റെ ചോരക്കുഞ്ഞിനെ കാണിക്കുന്നു, ഞാൻ എടുത്ത പെയിൻ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ അവർ ആ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അത് അത്രയും മില്യൺ കണക്കിന് വ്യൂസ് പോയിട്ടും അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപ ചിലപ്പോൾ 10,000 ഓക്കെ അത്രയും നല്ല പൈസ കിട്ടുമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു കാര്യം ഒരു മെമ്മറി ആയിട്ട് നിലനിർത്താം ആ ഒരു മൊമെന്റിനെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി അതിനെ കണ്ടത്. അതിലൊരു മോണിറ്ററി ബെനിഫിറ്റ് കണ്ടിട്ടില്ല. ഇതിവിടെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ വരാം.
ഇന്ന് കിടമത്സരങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുടെ അഥവാ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസ് എന്നുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും ഹോസ്പിറ്റലുകളിൽ പോകേണ്ട ആവശ്യമുണ്ട്. അസുഖപരമായിട്ടാണെങ്കിലും ഈ പ്രഗ്നൻസി കാര്യങ്ങളായിട്ടാണെങ്കിൽ. അപ്പോൾ നമ്മളൊരു ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിനെ ചൂസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ചൂസ് ചെയ്യത്തില്ല. അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരെ, അവിടെ നിൽക്കുന്ന എന്താണ് സ്പെഷ്യലായിട്ടുള്ള ഡോക്ടേഴ്സിനെ, ഇങ്ങനെ അവരുടെ തരത്തിലുള്ള സംഭവം എല്ലാം നോക്കിയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. ചുമ്മാ പോയിട്ട് ബ്ലൈൻഡ് ആയിട്ട് നിൽക്കത്തില്ല, പൈസ പോലും നോക്കത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഒരു സോക്കോൾഡ് ഇൻഫ്ലുവൻസർ അവരുടെ പ്രസവം ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കാം എന്നുള്ള തീരുമാനം എടുക്കുക. ആ ഹോസ്പിറ്റലിൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിനെ നിരന്തരമായിട്ട് അവിടുത്തെ ചെക്കപ്പ് നടത്തുന്നു, ആ ഡോക്ടറെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അതിനുശേഷം കുഞ്ഞ് ബേബി, അതിനുശേഷം ബാക്കിയുള്ള ടേക്ക് കെയർ ചെയ്യുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അടുത്ത് ഒരു പ്രസവമോ മറ്റുള്ള കാര്യങ്ങളോ വരുന്ന സംഭവം ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ഒരു മാർക്കറ്റിംഗ് ആണ്. ആ ഒരു മാർക്കറ്റിങ്ങിലാക്കി നിങ്ങളെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോകുന്നു. ഇതിനകത്ത് ഈ പറയുന്ന പ്രസവിച്ച ആ ഇൻഫ്ലുവൻസറിന് നല്ല പൈസ കിട്ടുന്ന മാത്രമല്ല, അവർക്ക് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സീറോ കോസ്റ്റ് ആയിരിക്കും. ഒരു 10 പൈസ കൊടുക്കേണ്ടി വരത്തില്ല. എല്ലാ ബെറ്റർ ഫെസിലിറ്റി എല്ലാം കൊടുക്കും. ചിലപ്പോൾ അടിപൊളിയായിട്ട് എല്ലാ സംഭവങ്ങളും ചെയ്യും. അതെല്ലാം ചെയ്ത് അവസാനം അവർ നല്ലൊരു മാർക്കറ്റിംഗ് നടത്തും. കാരണം ഇത് കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരല്ല, 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും മേളിൽ ആൾക്കാർ കാണുക. അപ്പം എന്തുമാത്രമായിരിക്കും ആ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ, അവരുടെ മാർക്കറ്റിംഗ്, ആ ഒരു ബ്രാൻഡിങ് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സീരിയസ്ലി ഞാൻ പറയാം, നമ്മൾ വളരെ ലഘുവായിട്ട് ചില കാര്യങ്ങൾ കാണുന്നു. ചില കാര്യങ്ങളുടെ അകത്ത് നമ്മൾ നല്ല ഗുഡ് മെസ്സേജസ് കാണുന്നതിനപ്പുറം നമ്മളെപ്പോലും വഞ്ചിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരുപാട് ഹോസ്പിറ്റൽസിനകത്ത് പല കേസുകളിനകത്തും ഒരുപാട് പേഷ്യൻസിന് വന്ന ബുദ്ധിമുട്ടുകൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കാണുമ്പോഴേക്കും സത്യം പറഞ്ഞ് ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഗർഭിണികളുണ്ട്, ശസ്ത്രക്രിയയുടെ അകത്ത് സംഭവിച്ചിട്ടുള്ള പിഴവുകൾ മൂലം പലതും നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. സോ അതുകൊണ്ട് ഈ കിടമത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുക. ഇനി അടുത്ത് ജനിച്ച കുട്ടി ആ ഒരു 1ാമത്തെ ദിവസം മുതൽ അങ്ങോട്ട് സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കൊച്ചിനെ കാണിക്കൂ എന്ന് പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ കൊച്ചിനെ കാണിച്ചുകൊണ്ട് അങ്ങനെയും ആ കുട്ടിയെയും വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്തുണ്ട്. അവർ പറയുന്ന വെച്ചാൽ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ? ശരിയാണ്, ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ട് ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇഷ്ടമാകുമോ ഇല്ലെന്നുള്ള കാര്യം ആ കുട്ടി വ്യക്തിയാവുമ്പോഴല്ലാതെ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ളതും കൂടെ നമ്മുടെ സമൂഹം ഓർക്കേണ്ടതാണ്. അതിന് പറയുന്നൊരു കാര്യം എന്താ പറയുക, ഷെയർ എൻഡിങ് എന്ന് പറയും. ഷെയർ എൻഡിങ് എന്നുള്ള സംഭവം മനസ്സിലാക്കണം. അതായത് സ്വന്തം കുട്ടിയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനകത്തുള്ള അവരുടെ വിഷമങ്ങളും വേദനകളും മറ്റുള്ള പല കാര്യങ്ങളും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുകയും മറ്റുള്ളവർക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ചില മാതാപിതാക്കൾ സമൂഹത്തിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അവരെല്ലാവരും നിങ്ങളെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, കേൾക്കുക. പലർക്കും പല രീതിയായിരിക്കും ഡെലിവറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം അല്ലെ? ചിലവർക്ക് അങ്ങനെ ആയിരിക്കും, ചിലവർക്ക് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഹൈ ഫീവറും എന്താ പറയുക, ഹൈ ഫീവർ എന്ന് പറഞ്ഞാൽ ഹൈ ഫീവറായിരുന്നു. അങ്ങനെയാണ് എന്നെ അഡ്മിറ്റ് ആക്കുന്നത്. ഒരു ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, നേരത്തെ. അപ്പം എനിക്ക് പനി കൂടിക്കൊണ്ടിരിക്കുക. അതേ സമയം ബേബിയുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഫുൾ വൈലറ്റ് കളറായിട്ട് ഇരുന്നില്ലേ, ഇവിടെയും കുത്തിയിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ പനിയുടെ മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുക, ഒരു സമയം ഒരു സ്ഥലത്ത് വൈറ്റിൻ്റെയും ഗ്ലൂക്കോസ് അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതായിരുന്നു സ്റ്റേബിൾ ആക്കിക്കൊണ്ടിരുന്നായിരുന്നു. അറിയാമല്ലോ. അത് ആ ഒരു സമയത്ത് ചെറിയ കോംപ്ലിക്കേഷൻസ് വന്നുള്ള കാര്യമാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇതിനകത്ത് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കരഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഈ അസ്ലയുടെ ഒരു ഡെലിവറി വീഡിയോ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുറച്ച് ഭാഗം മാത്രം, വളരെ കുറച്ച് ഭാഗം. പ്രസവത്തിന് മുമ്പുള്ള സമയത്ത് ഒരു പൂർണ്ണ നിറവേറുള്ളൊരു സ്ത്രീ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പെട്ടെന്നൊക്കെ വന്ന് പ്രസവിച്ചിട്ട് പോകുന്ന സംഭവം ഏർപ്പാടാണെന്നാണല്ലോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പല ആൺമഹത്തുക്കളും. ഇന്ന് കാണണം ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ ത്യാഗം, അവൾ അമ്മയാകാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കം. ഇതിനെയൊക്കെ എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഇവരെയൊക്കെ കളിയാക്കുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യക്കൂട്ടമുണ്ട്. നീ ആണോ ആദ്യം പ്രസവിക്കുന്നത് അടക്കം ചോദിക്കുന്ന ആൾക്കാർ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഉണ്ടോ? ആലോചിച്ച് നോക്കൂ,
ഇത് സ്ത്രീകൾക്ക് ചിലപ്പം പെട്ടെന്ന് മനസ്സിലാവും, എനിക്കത് അറിയത്തുകൂടിയില്ല. കാരണം ഞാൻ ഇത് കണ്ടിട്ടുള്ള ആളാണ്, എനിക്ക് 2 കുട്ടികളുള്ളതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമുക്കത് അന്നേ മനസ്സിലായ കാര്യമാണ്. പിന്നെ അതൊന്ന് ചിത്രീകരിക്കുകയോ അത് സോഷ്യൽ മീഡിയ ഇടുന്ന ഒരു ചിന്താഗതി അന്ന് പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ബട്ട് ഇത് അസല ചെയ്ത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന കാര്യം അവർ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന, അപ്പോൾ അസല തന്നെ പറഞ്ഞു എനിക്കതിനകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും അല്ല എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ മറ്റ് പല ആൾക്കാർക്കും ഇത് ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടും അന്ന് മുതൽ അങ്ങോട്ട് അതിനെ ഒരു കച്ചവട വസ്തുവാക്കി മാറ്റാനുള്ളൊരു സംഭവമായിട്ട് മാത്രം പ്രസവത്തിൻ്റെ തുടക്കം മുതൽ, അഥവാ ഡെലിവറി അല്ല, പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ, കല്യാണം മുതൽ പ്രഗ്നൻസി മുതൽ അങ്ങോട്ട്, പിന്നെ ആ പ്രസവം കഴിയുന്നത് മുതൽ, പിന്നെ പ്രസവം കഴിയുന്നതിന് ശേഷം കുട്ടിയുടെ വളർച്ച, കുട്ടി വലുതാവുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രദർശനമായി മാറുന്നത് എത്രമാത്രം നല്ലതാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ പ്രൈവസിയാണ്. നമ്മുടെ പ്രൈവസിയെ നമുക്ക് ഏതുവരെ സോഷ്യൽ മീഡിയക്കകത്ത് കാണിക്കാം, അത് ഏത് തലം വരെ നമ്മളത് കാണിച്ചിട്ട് ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റ് നമ്മൾ വിധേയരാവാം എന്നുള്ള കാര്യം. നമ്മുടെ ബെഡ്റൂം, നമ്മുടെ ടോയ്ലറ്റ്, നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാം നമ്മൾ തുറന്ന് കാണിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു CCTV നമ്മൾ വെച്ചാൽ പോലും കാണാത്ത, CCTVക്കകത്ത് വയ്ക്കുന്ന പ്രൊട്ടക്ഷൻ പോലും നമ്മൾ ഇല്ലാതാക്കുന്നു സ്വയം എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. കുഞ്ഞുമോനെ കാണിക്കുന്നു, അപ്പോൾ ഞാനത് കാണിക്കാൻ ശ്രമിക്കുന്നു. കാരണം വേണ്ടത് കൊച്ചുകുട്ടിയെ ഞാനായിട്ട് ഇപ്പോൾ ഇത്രയൊക്കെ വലിയ കൊണയടിക്കുകയും തിരിച്ച് പറയുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. സോ ഞാൻ 8th month പ്രഗ്നൻ്റ് ആണ്. ഹാറ്റ്സ് ഓഫ് ടു യു ഹില എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. 11 വർഷമായി എനിക്ക് ഇനി ഒരു കുഞ്ഞില്ല, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് അമ്മമാരുടെ വേദനയാട്ടോ. അമ്മമാരാവാൻ കുതിക്കുന്ന, ഉള്ളിൽ അമ്മ എന്നുള്ള സംഭവം കൊണ്ടു നടക്കുന്ന, ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുന്ന, ദൈവങ്ങളെ മൊത്തം വിളിക്കുന്ന, അവർ കാത്തിരിപ്പിൻ്റെ ഒരു വല്ലാത്തൊരു മൂർധന്യാവസ്ഥയിൽ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ള കാര്യം ലാളിക്കാനും കൊഞ്ചിക്കാനും കൊതിയായിട്ട് നിൽക്കുന്നു. പണ്ട് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്, മച്ചി എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുണ്ട്. മച്ചി എന്ന് പറഞ്ഞ കവിത എന്ന് വെച്ചാൽ അത് എഴുതാനുള്ള കാര്യം അമ്മയാണോ ആരാണെന്ന് അറിയത്തില്ല, ഇതുപോലൊരു കഥ പറഞ്ഞു തന്നു. പണ്ട് ഇതുപോലെ ഏതൊരു സ്ത്രീ ഒരു കൊച്ചിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആ കൊച്ചിനെ ഉടനെ തന്നെ ആ കുട്ടിയുടെ അമ്മയോ ആരോ തട്ടിപ്പറിച്ച് മാറ്റിയിട്ട് നീ മച്ചി എന്നെന്തോ പറഞ്ഞിട്ട് കളിയാക്കിയെന്നോ പരിഹസിച്ചെന്നൊക്കെയാണ്. ഇത് എൻ്റെ മുമ്പിൽ എപ്പോഴും കേട്ട സംഭവമാണ്. പിന്നീട് എഴുതാൻ തുടങ്ങിയ സമയത്ത് പിന്നെ എനിക്കത് ഞാനൊരു കവിതയായിട്ട് എഴുതുന്നുള്ളതാണ്. ആക്ച്വലി ആലോചിച്ച് നോക്കണം, മച്ചി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? പ്രസവിക്കാത്തവൾ, പെറാൻ കഴിവില്ലാത്തവൾ. ശരിക്കും പറഞ്ഞത് അവരുടെ കുറ്റമാണോ? അവരുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഘടനകൾ, അവർക്ക് ആന്തരികമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ, അതുകൊണ്ടൊരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഹതഭാഗ്യമായ ഒരു ദൗർഭാഗ്യം കൊണ്ട് നടക്കുന്ന ഒരു ബലിമൃഗം. അതല്ല, ഒരിക്കലും അവരുടെ കുറ്റമല്ല, അവരുടെ ഒരു കുറവുമല്ല. അവർക്ക് അതിന് കഴിയാൻ ചില ഘടകങ്ങളില്ലായ്മ കൊണ്ടാണ്. ഫെർട്ടിലിറ്റി എന്നുള്ള സാധനത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആണിനും ഉണ്ടാവാം, പെണ്ണിനും ഉണ്ടാവാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പക്ഷേ പഴി കേൾക്കുന്നത് പെണ്ണായിരിക്കും. ഇപ്പോൾ ഒരു ആണിൻ്റെ കാരണം കൊണ്ട് ഒരു പെണ്ണിനൊരു ഗർഭിണിയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആണിനെ ആരും പറയില്ല. എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മച്ചനെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. മച്ചി എന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അതാ പറയുന്നത്, നമുക്കൊരു പാർശ്വവൽക്കരിക്കുന്ന ഒരു മനോഭാവം നമുക്ക് അന്നും ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള വേദനയുള്ള ഒരു സ്ത്രീയാണ് ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പേർ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടെന്ന് വരാം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. ഇപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ്, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ട്രീറ്റ്മെൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഓരോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മാനസികമായിട്ടുള്ള സന്തോഷത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ. ഡെലിവറി പെയിൻ അനുഭവിച്ച ഒരു പെണ്ണും ഇതുപോലെ വീഡിയോസ് കണ്ടാൽ ഉറപ്പായിട്ട് കരയും. ഇത് കണ്ണുനീർ പൊഴിക്കാത്തവരുണ്ടാവില്ല. ഓരോരുത്തർ സ്വന്തം മുമ്പിൽ ഓർത്ത് കരഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ ഒരു ഹിലയുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, അത് വളരെയധികം ഒരു വൈകാരികമായിട്ട് അത് സംസാരിക്കേണ്ടി വരും, അതൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സ്ത്രീയെയും അപമാനിക്കാനും കുറ്റം പറയാനും ഒക്കെ പെട്ടെന്ന് കൈ ചൂണ്ടുന്നതിന് ചില സ്ത്രീകളുണ്ട്, അവരതിനെ അർഹിക്കുന്നവരുമില്ല. പക്ഷേ എങ്കിലും ഈ അമ്മ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു അമൂല്യമായിട്ടുള്ള ഒരു സംഭവം അത് കൊണ്ടു നടക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. നമ്മളെ കാണുന്ന അമ്മമാർ, നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾ, ഇനി നാളെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ തയ്യാറായി നിൽക്കുന്ന കുറേയധികം പെൺകുട്ടികൾ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു പ്രചോദനമാവട്ടെ. നിങ്ങൾ അതുപോലെ തന്നെ പുരുഷന്മാർ, അതുപോലെ അടുത്ത ജനറേഷനിലുള്ള ആൺകുട്ടികൾ ഇത് കാണുന്നെങ്കിൽ നിങ്ങളും മനസ്സിലാക്കിയിരിക്കുക, ഒരു പെണ്ണും ഒരിക്കലും അത്രയും നമ്മളെക്കാട്ടി താഴ്ന്നുള്ള ചിന്താഗതിയൊന്നും വേണ്ട. നമ്മൾക്കൊപ്പമോ നമുക്ക് മുകളിലോ ആണ്. കാരണം ശക്തി എന്ന് പറയുന്ന വാക്ക് സ്ത്രീലിംഗം അറിയാമല്ലോ. ശിവന്റെ പവർ എന്ന് പറഞ്ഞ ശക്തി എന്നുള്ളതല്ലേ. പവർ എന്ന് പറയുന്നത് ശക്തി, അത് സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് പുരുഷൻ താഴെയെന്നോ സ്ത്രീ മുകളിലൊന്നും അങ്ങനെ ചിന്ത നമ്മൾ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരു പണ്ടായ കാലത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, ആചാരങ്ങൾ പോലെ.
അതുകൊണ്ട് മാറിപ്പോകുന്നതാണ് ചിന്താഗതികൾ. അത് മാറ്റി നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളെ മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, കുറേയധികം ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രസവങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് ഇനി അങ്ങോട്ട് കണ്ടേക്കാം. അതിനെല്ലാം ഈ പറയുന്ന കോർപ്പറേറ്റ്, അതായത് ആ ഹോസ്പിറ്റലിൻ്റെ പേരും ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് നടന്ന ട്രീറ്റ്മെൻറ്റും ആ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിനടക്കം നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നൊരു പരിപാടി പോലെയൊക്കെയാണ്. പല ആൾക്കാരും ഉണ്ട്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും നല്ലത് തൊട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്താണ് നിങ്ങൾക്ക് പൊതുവിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.